നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു തന്നെ. അപ്പൊ നമുക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒരു മെയിൻ ഭാഷ ഉണ്ടല്ലോ, ജോർജ് കുട്ടി ജോർജ് കുട്ടി കയ്യിലിരിക്കും. അതെ അതെ, ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കുഴപ്പമില്ല. മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. ഇപ്പോ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു ടൈമാണ് അല്ലെ, എല്ലാവരും ആഹ്ലാദത്തിലാണ്, കൂടെ ഞാനും. അതോടൊപ്പം തന്നെ വേറെ ഗംഭീര ഒരു ആഹ്ലാദം കൂടി എനിക്കുണ്ട് കേട്ടാ. വേറെ ഒന്നല്ല, TVS കിങ് EV Max. ഈ ഒരു വാഹനം 1000-ൽ പരം വാഹനങ്ങളാണ് നമ്മുടെ പെരിയാർ TVS വിറ്റ് കേട്ടോ. ഇനിയും കുറെ വാഹനങ്ങൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു 1000 പരം വാഹനങ്ങൾ വിറ്റ ഒരു ബേസിൽ ഇപ്പൊ ഒരു 19 വാഹനങ്ങൾ നമ്മുടെ കൊച്ചിയില് റാലി ബേസ് നടത്താൻ പോവാണ് പെരിയാർ TVS. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്കാണെന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകണേ. റെഡിയല്ലേ? പോരേട്ടാ. എറണാകുളം കടവന്ത്രയിലാണുള്ളത്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു TVS വാഹനങ്ങളുടെ റാലി നടക്കാൻ പോണേട്ടാ. വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. കൊടി കാര്യങ്ങളൊക്കെ, ഫ്ലാഗും കാര്യങ്ങളൊക്കെ കെട്ടുന്നുണ്ട്. ഇത്രയല്ല കേട്ടോ, ഇനിയും വാഹനങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. നമുക്ക് 10:30 ആയിട്ടുള്ളൂ. നമുക്കൊരു 11 മണിയാകുമ്പോഴേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിലുള്ള വാഹനങ്ങൾ വന്നു തുടങ്ങും കേട്ടോ. ഇപ്പൊ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ ഓരോ വാഹനങ്ങൾ കണ്ടോ. ഇനിയും വാഹനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും. ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടേ വാഹനം എടുത്ത ഇവിടെ ഒരു മച്ചാനെ ഇവിടെ ഉണ്ട്. മച്ചാനോട് ചോദിക്കാം. മച്ചാനെ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയാം. മച്ചാൻ നമ്മളെ കണ്ടപ്പോ ബൂ എന്ന് വിളിക്കല്ലേ. മച്ചാൻ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഈ ഒരു വാഹനം എടുത്തിട്ട് മച്ചാൻ എന്താ പറയാനുള്ളേ? നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു തന്നെ. അപ്പൊ നമുക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒരു മെയിൻ ഭാഷ ഉണ്ടല്ലോ, ജോർജ് കുട്ടി ജോർജ് കുട്ടി കയ്യിലിരിക്കും. അതെ അതെ, ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കുഴപ്പമില്ല, എല്ലാം കൊണ്ടും എന്തായാലും സന്തോഷവാനാണ്, ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ ഇനിയും ഈ ഒരു വാഹനം EV വാഹനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് ഒരാഗ്രഹം ഉണ്ട്. ഇത് ഒരു ജനറേഷൻ, അടുത്ത ജനറേഷൻ ഇറങ്ങുവാണെങ്കിൽ, റേഞ്ച് കൂടിയ മോഡൽ ഇറങ്ങുവാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ ഹാപ്പിയാണ്. ഇന്നത്തെ റാലി നമ്മള് പൊളിക്കും. അതുകൊണ്ടാണ് വിളിച്ച ഉടനെ ഓടി വന്നത്. നമ്മുടെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേർക്ക് വണ്ടി എടുക്കാൻ സാധിച്ചു. നമുക്ക് ഈ വണ്ടിയായിട്ട് പോകുമ്പോ ഒരു 4 ആള് നോക്കുന്നുണ്ട്. നമുക്ക് അതൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇരിക്കുന്ന പാസഞ്ചേഴ്സും പിന്നെ അവര് ഭയങ്കര ഹാപ്പിയാണ്. പാസഞ്ചേഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാനിപ്പോ യൂബറൊക്കെ ഓടാറുമ്പോൾ ചോദിക്കാറുണ്ട് EV കിട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടോന്ന്. അവര് ഭയങ്കര ഹാപ്പിയാണ്, എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. അവര് ഒച്ചയില്ല, നമ്മള് ഹാപ്പിയാണ്. കാരണം നമുക്ക് വേറെ ടയർഡ്നെസ് ഒന്നും ഇല്ല. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കാർ ഓടിച്ച് പോകുന്ന ഒരു ഇതിലാണ് നമ്മൾ പോണത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് റാലി തകർക്കാം. ഞങ്ങളെ കാര്യങ്ങൾ മുന്നേ കൊണ്ട് പൈസ എപ്പോഴും കയ്യിലുണ്ടാവും. ഞങ്ങൾ പെട്ടെന്ന് ചാർജ് ആവും. ജോർജ് കുട്ടി പോക്കറ്റില് അത്യാവശ്യം വരുന്നില്ലേ? നമ്മൾ ഓടിക്കാൻ സൗകര്യം പൈസ ലാഭത്തിന് കിട്ടും. ഞങ്ങളൊക്കെ ഡീസൽ ഓടിക്കുന്നത് ഉണ്ടല്ലേ, വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി പോട്ടെ, ഇരിക്കുന്ന പാസഞ്ചേഴ്സ് എന്താ നിങ്ങളോട് പറയണേ? പാസഞ്ചറിന് വളരെ സന്തോഷമാണ്. അവർക്ക് യാത്ര സുഖം, അതായത് അവർക്ക് ആ യാത്രാ സുഖം അത്ര അധികം ഉണ്ടല്ലേ. എന്റെ പേര് ഷിയാബ്. ഓക്കെ, പേര് ഫാഖ്. ഓക്കെ, അസ്സലാമു അലൈക്കും. TVSന്റെ ഗംഭീര ഒരു റാലിയാണ് നമ്മൾ ഇവിടെ നടക്കാൻ പോണത് അല്ലെ. 1000-ൽ പരം വാഹനങ്ങളാണ് നമ്മുടെ പെരിയാർ TVS ഈ ഒരു ടൈം കൊണ്ട് വിറ്റ് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി. അത് ആ ഒരു ഹാപ്പിയോടനുബന്ധിച്ചിട്ട് അടിപൊളി റാലിക്കാണ് നിങ്ങൾ ഓട്ടം കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. വാഹനം നിങ്ങൾ എടുത്തിട്ടേ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നഷ്ടമാണോ ലാഭമാണോ? വാഹനം എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് പൈസ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ഈ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇത് 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജിൽ എത്താൻ പറ്റി നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള വണ്ടികൾ 4-5 മണിക്കൂർ എടുത്തിട്ടാണ് ചാർജ് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ അത്ര ടൈം പോവാണ് ലെഫ്റ്റ് ആണ്. ഇതില് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതേപോലെ ഇതിന്റെ ബോഡി നല്ല ബോഡിയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി, ഒരു ജെർക്കിങ്ങോ മറ്റുള്ള റണ്ണിങ്ങില് മറ്റു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. കയറുന്ന കസ്റ്റമേഴ്സും ഹാപ്പിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിനായിട്ട് ഹാപ്പി നിങ്ങൾ അല്ലേ? അത്ര ഷുവർ ആയിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാനും അതേപോലെ ഇത് കൊണ്ടു നടക്കാനും മെയിൻ്റെനൻസ് ആയാലും എല്ലാം കൊണ്ടും പറ്റും. ഒരു നല്ലൊരു വാഹനമാണ്, എന്തായാലും ധൈര്യമായിട്ട് എടുക്കാം. കംഫർട്ടാണ്. അപ്പൊ ഇന്നത്തെ റാലി നമ്മള് തകർക്കും.
കൂടെ നിങ്ങളുടെ ഒപ്പം ഞാനും. അതെ, പൊളിക്കുന്നു. രവീന്ദ്രേട്ടാ ഫാമിലി ആയിട്ടാണ് ഇന്ന് റാലി വന്നിട്ടുള്ളത് അല്ലെ? അതെ, വാഹനം ഞാൻ കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി ഡെലിവറി എടുത്തതാ. ഈ ജൂലൈ 7-ാം തീയതി വരുമ്പോഴത്തേക്കും ഒരു വർഷവും 24,600 കിലോമീറ്റർ ഓടി, 24,000. പിന്നെ സർവീസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വണ്ടിയിൽ കയറുന്ന പാസഞ്ചർ ആണെങ്കിലും നമ്പർ വാങ്ങിക്കാറുണ്ട്. അവരൊക്കെ എല്ലാവർക്കും സൗണ്ട് ഇല്ല, എല്ലാം കൊണ്ടും സൈലന്റ് ആണ്, വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഹാപ്പിയാണ്. ഞാനിപ്പോ എന്റെ കെയർ ഓഫിൽ തന്നെ 5-6 വണ്ടി എടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തതിന്റെ സുഖം, ഓടിക്കാനുള്ള സുഖവും എല്ലാം കൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരിതാ കിടക്കണ വണ്ടിയെല്ലാം ഞാൻ എടുപ്പിച്ച വണ്ടിയാണ്. അവിടെ കിടക്കണ വണ്ടി മണിച്ചേട്ടൻ. അങ്ങനെ 60 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്, 60-50 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ആ ചേട്ടൻ. ഞാൻ മണിച്ചേട്ടൻ എന്റെ ആശാനും കൂടിയാണ്. പുള്ളി ഞാൻ എന്നോട് പറഞ്ഞ TVS എടുക്കാൻ. ഞാൻ TVS എടുത്ത് കഴിഞ്ഞപ്പോ പുള്ളിക്ക് കൊടുത്തു, പുള്ളി എടുത്തു. അങ്ങനെ എന്റെ ഓഫിൽ ലിസി സ്റ്റാൻഡിലാണ് ഞാൻ വണ്ടി ഓടിക്കണം. എറണാകുളം ലിസി സ്റ്റാൻഡിലെ വണ്ടിയത്. അപ്പൊ അവിടെയുള്ളൊരു 3-4 പേര് ഇപ്പൊ ഇത് എടുത്തിട്ടുണ്ട് എന്റെ കെയർ ഓഫിൽ തന്നെ. ഹാപ്പിയാണ് അങ്ങനെ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയണത് ചെറിയ സമയം കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന ഒരു വാഹനം. അതെ, അപ്പൊ അധികം ടൈമും പോകുന്നില്ല, ധനനഷ്ടം കാര്യങ്ങൾ വരുന്നില്ല. വേറെ മെയിൻ്റെനൻസ് അങ്ങനെയുള്ള ഒന്നുമില്ല. ആകെ ഉള്ളത് ഇതിന്റെ ഈ 19,000 കിലോമീറ്റർ ആയപ്പോ ഇതിന്റെ ബ്രേക്ക് ലൈനർ ഒന്നും മാറ്റി പോകുന്നുണ്ട്. വേറെ ഒന്നുമില്ല. ഇതിന്റെ സർവീസിന് ആ ഹൗസിംഗിൽ ഓയിൽ ചേഞ്ച്, വേറെ കംപ്ലൈന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്. സർവീസ് നമ്മൾ വണ്ടി സൂക്ഷിക്കുക, കൊണ്ടുവരുന്ന നമുക്ക് അരി മേടിക്കാം. ഡ്യൂട്ടി അത്യാവശ്യം ഉണ്ടാക്കാം. അതെ, ഓക്കെ. അപ്പൊ ചേച്ചി സന്തോഷല്ലേ ഈ ഒരു വാഹനം എടുത്തിട്ട്? സന്തോഷാണ്. കാറിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക്. ഈ ഒരു കാറ് മേടിച്ച വീട്ടിൽ വെറുതെ വെറുതെ എടുക്കാണ്. ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് TVS കിങ് എടുക്കാം അല്ലെ ചേച്ചി? എടുക്കാം. ഓക്കെ, ശരിട്ടോ. ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂടി, റാലി തകർക്കാണ്, ചേട്ടനും രണ്ടാളും കൂടിയിട്ട് പൊളിക്കാട്ടാ. ഓക്കെ. ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യാറുണ്ട്. ഇവിടെ 1000 വണ്ടി EV Max നമ്മൾ സെയിൽ ചെയ്തിട്ട് കഴിഞ്ഞ സമയത്തുള്ളത്. അപ്പൊ ഈ ഒരു 1000 വണ്ടി നമ്മൾ സെയിൽ ചെയ്തതിന്റെ സെലിബ്രേഷൻ ആണ് നമ്മൾ നിങ്ങളെല്ലാവരും വിളിച്ചു. അപ്പൊ തിരിച്ചോടെ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ട്, നമുക്ക് എല്ലാവരും നേരിട്ട് കാണാൻ സംസാരിക്കാൻ പറ്റും. പൊളിച്ചു. തകർത്തില്ലേ? പൊളിച്ചില്ലേ? പൊളിച്ചു. സൂപ്പറായി, അടിപൊളി. എന്നിട്ട് പൊളിച്ചില്ലേ? തകർത്തോ? അടിപൊളി. തകർത്തു. പൊളിച്ചില്ലേടാ? പൊളിച്ചില്ലേ? തകർത്തു. പൊളിച്ചു. അങ്ങനെ മച്ചന്മാരെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ. അങ്ങനെ വന്നിട്ടുള്ള ഡ്രൈവേഴ്സ് മച്ചന്മാർക്കൊക്കെ അവര് ഗിഫ്റ്റും
ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടാ. ഇനി അടുത്ത ഗംഭീര പരിപാടിയായിട്ട് പെരിയാർ TVS ഉടൻ വരും. നമ്മളും TVS കിങ് EV മാക്സ് ഇവിടെ അവസാനിച്ചിരിക്കാനായിട്ട് മച്ചമാരെ. എല്ലാവരും സന്തോഷമായിട്ടാണ് മടങ്ങുന്നത്. ഇപ്പൊ പ്രസന്റേഷനും ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി അടുത്തത് 200 പേരെ വെച്ചിട്ട് റാലി ചെയ്യാനാണ് പെരിയാർ TVS ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതും പരിപാടി അടിപൊളിയാവട്ടെ. ജോർജ് കുട്ടിയൊക്കെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് എറണാകുളം ആലുവ പെരിയാർ TVSന്റെ നമ്പറും തൃശ്ശൂര് പെരിയാർ TVSന്റെ നമ്പറും നമ്മൾ കൊടുക്കും. പെട്ടെന്ന് നിങ്ങൾ അവരെ വിളിച്ചോ, വാഹനങ്ങൾ ബുക്ക് ചെയ്തോ. എന്താ പറയാ, സന്തോഷമായിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.